എല്ലാവരും ബിഹൈൻഡ് സെൻസേഷൻ ചാപ്റ്റർ കുറച്ച് കടുകട്ടിയാണെന്ന് ചിന്തിച്ച് പഠിക്കാൻ വേണ്ടി നിൽക്കുകയായിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഒരു പുതിയ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് മസ്കുലർ ആക്ടിവിറ്റി ഇൻ ദ പ്യൂപ്പിൾ. പ്യൂപ്പിളിൽ എങ്ങനെയാണ് പേശി പ്രവർത്തനം നടക്കുന്നത്. അപ്പൊ ഈ ടോപ്പിക്ക് വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സെറ്റ് ആക്കാം. മാത്രമല്ല ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നും മിസ് പറഞ്ഞു തരാം. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ അസ്ത്ര ബാച്ചിലാണ്. ഡീറ്റെയിൽ ആയിട്ട് അസ്ത്ര ബാച്ചിലെ ലൈവ് ഒക്കെ കഴിഞ്ഞ് ഈ ചാപ്റ്റർ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ വിദ്യാരംഭം ഓഫർ പ്രമാണിച്ച് ഇപ്പോൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് 15% ഓഫർ ലഭിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു QR കോഡ് കാണുന്നുണ്ടല്ലോ, VDM15, ആ ഒരു QR കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് സെറ്റാക്കി നമുക്ക് പഠിക്കണം, നന്നായിട്ട് റിവിഷൻ നടത്തണം, എക്സാം നടത്തണം. ഇൻസ്റ്റാളാണ് മൈൻഡ് മാപ്പ് ഒക്കെ സെറ്റാക്കി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ചാൻസ് മിസ്സാക്കാതിരിക്കുക. എല്ലാവരും വേഗം തന്നെ അസ്ട്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ മസ്കുലർ ആക്ടിവിറ്റി, നമ്മുടെ കണ്ണില് ബ്രൈറ്റ് ലൈറ്റ് വരുമ്പോഴും അതുപോലെ തന്നെ ഡിം ലൈറ്റ് വരുമ്പോഴും നമ്മുടെ കണ്ണ് ഇതുപോലെ പ്യൂപ്പിള് ചെറുതാവുകയും വലുതാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ കണ്ണില് ഐറിസിന്റെ ഇടയിൽ കാണുന്ന ഡിപ്രഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്യൂപ്പിൾ എന്ന് പറയുന്നത് അല്ലെ. അതായത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ കണ്ണിന്റെ കോർണിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഐറിസ് ആണ്. ഈ കോർണിയ കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഈ പ്യൂപ്പിൾ ഞാനിപ്പോ ഒരു സൈഡ് ആകൃതിയിലാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ, ആന്റീരിയർ പാർട്ടാണ് പറയുന്നത്. ഈ പ്യൂപ്പിൾ വലുതാവുകയും ചെറുതാവുന്നതും ഇവിടെ മിസ് പിങ്ക് കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഐറിസിലുള്ള മസിലിന്റെ ആക്ടിവിറ്റി അനുസരിച്ചാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സാധാരണ പ്രകാശം നോർമൽ ലൈറ്റിലെ പ്യൂപ്പിളിന്റെ സൈസ് ഇതാ ഇങ്ങനെയാണുള്ളത്, ഐറിസ് ഇങ്ങനെയാണുള്ളത്. എന്നാൽ ഇന്റൻസ് ലൈറ്റ്, നമ്മൾ ഭയങ്കര തീവ്രമായ പ്രകാശത്തിലേക്ക് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കണ്ണ് ഇങ്ങനെ ചിമ്മുന്നത്. അപ്പൊ കണ്ണ് ചെറുതാവുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ നമ്മുടെ ഐറിസിലുള്ള സർക്കുലാർ മസിൽസ് കോൺട്രാക്ട് ചെയ്യാണ്, വലയ പേശികൾ എന്ത് ചെയ്യുന്നു, സങ്കോചിക്കുന്നു. അപ്പൊ ഇന്റൻസ് ലൈറ്റിൽ അല്ലെങ്കിൽ തീവ്ര പ്രകാശത്തിൽ സങ്കോചിക്കുന്നത് എന്താണ്, നമ്മുടെ സർക്കുലാർ മസിൽസ് അല്ലെങ്കിൽ വലയ പേശികളാണ്. അതേസമയം ഡിം ലൈറ്റ് എന്ന് പറയുന്നത് രാത്രി സമയത്ത് അധികം പ്രകാശമൊന്നും ഇല്ലാത്ത സമയത്ത് കൂടുതൽ ലൈറ്റിനെ നമുക്ക് അബ്സോർബ് ചെയ്യണം. ആ സമയത്ത് പ്യൂപ്പിള് വലുതാകും, കാരണം കൂടുതൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യും, റേഡിയൽ പേശികൾ, റേഡിയൽ മസിൽസ് ആണ് കോൺട്രാക്ട് ചെയ്യുന്നത്. ഓർത്ത് വെച്ചോളാം, ഡിം ലൈറ്റ് ആണ് എങ്കിൽ അവിടെ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു, റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു. ബ്രൈറ്റ് ലൈറ്റ് ആണെങ്കിൽ അവിടെ സർക്കുലർ മസിൽസ് ആണ് കോൺട്രാക്ട് ചെയ്യുന്നത്, വലയ പേശികളാണ് അവിടെ സങ്കോചിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഈ വ്യത്യാസം നിങ്ങളുടെ മനസ്സിൽ വേണം. ഈ പോയിന്റ് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിക്കണം. ഡയഗ്രാം തന്നിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിക്കേ, 3 മാർക്കിന്റെ ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. 3 മാർക്കിന്റെ ചോദ്യം, എക്സ് വൈ ഓരോന്ന് തന്നിട്ടുണ്ട്. നെയിം ദ മസിൽ ലേബിൾഡ് ആസ് എക്സ് ആൻഡ് വൈ. എക്സ് ഏത് മസിലാണ്, വൈ ഏത് മസിലാണെന്നാണ് ചോദ്യം. അപ്പൊ തന്നിട്ടുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എക്സ് എന്ന് പറയുന്നത് സർക്കുലാർ മസിലാണ്, വൈ എന്ന് പറയുന്നത് റേഡിയൽ മസിലുമാണ്. എക്സ് എന്ന് പറയുന്നത് സർക്കുലാർ മസിൽ, വൈ എന്ന് പറയുന്നത് റേഡിയൽ മസിലുമാണ്. ഇനി വിച്ച് ഫിഗർ ഷോസ് ചേഞ്ച് ഇൻ പീപ്പിൾ ഇൻ ദ ഡിം ലൈറ്റ്. അപ്പൊ ഈ ചിത്രം നിങ്ങൾ നോക്കുക, ചിത്രം 1, ചിത്രം 2, ഫിഗർ 1 ആൻഡ് ഫിഗർ 2 തന്നിട്ടുണ്ട്. ഡിം ലൈറ്റിൽ കൂടുതൽ ലൈറ്റ് ആണ് വേണ്ടത്. അപ്പൊ കൂടുതൽ ലൈറ്റ് വേണ്ട സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്, പ്യൂപ്പിള് വലുതാവുക ചെയ്യുന്നത്. അപ്പൊ ഫിഗർ 1 ആണോ ഫിഗർ 2 ആണോ ഡിം ലൈറ്റിൽ കാണിക്കുന്ന ചിത്രം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ സബ് ക്വസ്റ്റ്യൻ ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഹൗ ഡു ദീസ് മസിൽസ് കോസ് ചേഞ്ച് ഇൻ പ്യൂപ്പിൾ ഇൻ ഡിം ലൈറ്റ്. ഈ ഡിം ലൈറ്റിൽ എങ്ങനെയാണ് ഈ ചേഞ്ചസിന് കാരണമാവുന്നത് നമ്മൾ പഠിച്ചതാണ്. ഡിം ലൈറ്റിൽ അവിടെ എന്താ സംഭവിക്കുന്നത്, റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. ആൻഡ് നമ്മൾ പറഞ്ഞു ഇന്റൻസ് ലൈറ്റ് ആകുമ്പോഴോ അവിടെ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പൊ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു എന്നാണ് ഓർത്ത് വെക്കേണ്ടത്. എന്തൊക്കെ ചേഞ്ചസ് ആണെന്നും ഇവിടെ ഇന്റൻസ് ലൈറ്റും ഡിം ലൈറ്റും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഈ പറഞ്ഞിട്ടുള്ള മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിളിലെ മാറ്റം കാണിക്കുന്ന ചിത്രം ഏതാണെന്ന് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇതുപോലത്തെ കൂടുതൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും കോൺസെപ്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ മിസ് വീണ്ടും വരുന്നതാണ്. So till then, bye bye.